ഇന്ന് ഞാനുള്ളത് തബൂക്കിലെ കൾച്ചറൽ ഹെറിറ്റേജ് കോട്ടയിലാണുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു കോട്ടയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പണ്ട് യുദ്ധത്തിന് സഹാബാക്കൾ വന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ യുദ്ധം നടന്നില്ല. ഇവിടെ ഇവരിവിടെ താമസിച്ചിട്ട് ഈ സഹാബാക്കൾ ഇവിടെ നിന്ന് പോയി കേട്ടോ. അപ്പോൾ ആ കോട്ടയുടെ ഒരു രൂപമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം. ഇവിടെ ഇപ്പോൾ വലിയ ഇതിലൊന്നും ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. ഒരു ജസ്റ്റ് കോട്ട മാത്രമേ ഉള്ളൂ. കോട്ടയും കോട്ടയുടെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് അകത്തേക്ക് പോവാം. ആപ് ജയ് 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 ആപ് ജയ്. ഇതിപ്പോൾ കോട്ടയുടെ അതിൽ നമ്മളിപ്പോൾ അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഹെറിറ്റേജ് കോട്ട. നമുക്ക് അകത്തേക്ക് പോകും. ഇവിടെ ആളും തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇതൊരു കുറച്ച് ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സീറ്റും സെറ്റപ്പും ഒക്കെയാണ് ഉള്ളത്. ഇതാണ് ദ കൺസ്ട്രക്ഷൻ ഓഫ് തബൂക്ക് ഫോർട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. തബൂക്ക് റീജിയൻ്റെ ഒരു മാപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തബൂക്ക് റീജിയൻ്റെ മാപ്പ് ഓഫ് പ്ലോട്ടോമനി 1st സെഞ്ച്വറി AD എടുത്തതാണ്. ആ സമയത്തുള്ളൊരു പിക്ചറാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് തബൂക്ക് ഫോർട്ട് മ്യൂസിയത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. നമുക്ക് ഇനി അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. ആ ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം. എന്തായാലും വാ. ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ടൂർ ഹിയർ. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ തുടങ്ങുക കേട്ടോ. ഇതിനകത്തേക്ക് കയറിയാൽ ഇവിടെ ചെറിയ ഒരു 1-2 പുരാവസ്തുക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോയിൻസ് അങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രം അങ്ങനെ 1-2 സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു മോതിരം കാണാം. പിന്നെ അതോടൊപ്പം കുറച്ച് കോയിൻസ്, പഴയ കാലത്തെ കോയിൻസാണ്. പക്ഷേ ആ കോയിനൊന്നും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനി അടുത്ത് ഇതൊരു ഹാളാണ് കേട്ടോ. ഇവിടെ വേറൊന്നുമില്ല. ഇവിടെ ഇതിനകത്ത് ഇത് പ്രോഫിറ്റ് മോസ്ക് ഇൻ തബൂക്ക്. അത് റീബിൽഡ് ചെയ്ത കാലമാണ് കിങ് ഫൈസൽ ഇബ്ൻ അബ്ദുൽ അസീസ് റീബിൽഡ് ചെയ്തത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, പഴയ കാലത്തെ മില്ലി കണക്കുള്ള ഒരു സാധനമാണ്. ഇതിങ്ങനെ കൈകൊണ്ട് കറക്കുന്നതാണ് കേട്ടോ. ഇത് പിന്നെ കൂജ. ഇത് റസൂലിൻ്റെ പള്ളി, അതാണ് പഴയ കാലത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. വരൂ വരൂ. ഐൻ അൽ സിക്കാർ, ദ സ്പ്രിംഗ് ഓഫ് തബൂക്ക് ആണ് കേട്ടോ. അതെ, ഇവിടെയും കുറച്ച് പുരാവസ്തുക്കളുടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും എന്താണെന്നൊന്നും ഇവിടെ എഴുതിയിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അത് കാരണം പറഞ്ഞു തരാനും പറ്റില്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇരുമ്പിലതാണോ ലെതറിലതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ആ കാണുന്ന ചട്ടക്കൂട് കണക്കത്തെ ഒരു സാധനം. ഓക്കെ, ഇത് റിനോവേഷൻ ആൻഡ് റിപ്പയർ ചെയ്ത തബൂക്ക് സ്പ്രിങ്, അതായത് വെള്ളത്തിൻ്റെ ഇതാണ് ഈ കാണുന്നത് കേട്ടോ. ലാർജർ പൂൾ വാസ് റീബിൽഡ് ഇൻ ഓൺ ഓർഡർ ഓഫ് ദ ഒത്തമാൻ സുൽത്താൻ അബ്ദുൽ മജീദ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ വാസ് ഇൻസ്റ്റാൾഡ് ആൻഡ് ബോത്ത് അറബിക് ആൻഡ് തുർക്കിഷ് ഗിവിങ് ദ ഡേറ്റ് ഓഫ് ദിസ് വർക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്.
പഴയ വെള്ളം കൊണ്ടുപോകുന്ന ജഗ്ഗും അതും ഇതൊക്കെയാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് മേളിലേക്ക് പോവാം. ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതിനകത്തൊരു സിറ്റിംഗ് ഏരിയ ആണ്, ടി വിയും എ സിയൊക്കെ വെച്ചിരിക്കുക, അല്ലാതെ വേറൊന്നുമില്ല. ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സും അങ്ങനെയുള്ള പുതിയ കാലത്തിൻ്റെ ഇതാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി മേളിലേക്ക് പോകാം. വരൂ, കമാൻ. ഈ കോട്ട ഒരു സൈഡിൽ 3 നിലകളും മറ്റുള്ള സൈഡിൽ 2 നിലയാണ് കേട്ടോ. ചെറിയ ചെറിയ റൂമുകളാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇബ്രാഹിം മുഹമ്മദ് അൽ ഇസ്തഗ്രി wrote a description of Tabuk in his book Kitab al-Masilik wal-Mamalik. He said Tabuk is located at a distance of 4 days journey between Al-Hijar and the border of Syria. മനസ്സിലായല്ലോ, തബൂക്ക് സ്ഥിതി ചെയ്യുന്നത് സിറിയയുടെ ബുക്ക് എഴുതിയ ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ പല മ്യൂസിയങ്ങളിലും മറ്റും പോയിട്ട് ആദ്യമായിട്ടൊരു ആളുടെ പിക്ചർ കാണുന്നത്. ഒരു സ്ഥലത്തും പിക്ചറുകളൊന്നും വെക്കാറില്ല. പുള്ളിയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് പറയുന്നത് ഇത് അന്ന് തബൂക്ക് സൗദി അറേബ്യയുടെയും സിറിയയുടെയും ബോർഡർ എന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് എറൗണ്ട് 4 ദിവസം നടന്നാൽ മാത്രം എത്തുന്ന സ്ഥലമാണ് തബൂക്ക് എന്നുള്ളതാണ്. വരുന്ന വഴിക്ക് റോഡുണ്ട്. റോഡിലൊരു ഹാഫ് വേ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ പിന്നെ നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു. അതുവഴിയൊക്കെയാണ് നടന്ന് ഇവിടെ ഈ റെഡ് സീ എല്ലാം ക്രോസ് ചെയ്താണ് ഇവർ 6 days ജേണിയിലാണ് തബൂക്കിൽ എത്തിച്ചേർന്നത്. പെർഫ്യൂമൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോട്ടിലാണ്. അതിൻ്റെ ഒരു അടപ്പും പെർഫ്യൂമിൻ്റെ ആ ബോട്ടിലും. പിന്നെ ഇവിടെ എഴുതിയ മെമ്മോറിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ വെർസ് ദ ട്രോൺ അയാത്തുൽ കുർസി അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആയത്തുൽ കുർസിയാണ് എഴുതിയിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഇവിടെ കുറേ എഴുത്തുകാരുണ്ടായിരുന്നു കേട്ടോ. പല എഴുത്തുകാരുടെയും ബുക്കിൽ എഴുതിയിരിക്കുന്നത് പല രീതിയിലാണ് കേട്ടോ. ഇത് തബൂക്ക് ഒരാൾ എഴുതിയിരിക്കുന്ന തബൂക്ക് വളരെ ചെറിയ ഒരു സിറ്റി ആയിരുന്നു. ഇത് കണ്ടെയ്ൻസ് സോ മെനി മോസ്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രോഫിറ്റിൻ്റെ സമയത്തായിരുന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്തായിരുന്നു ഇവിടെ പല മോസ്കുകളും ഉണ്ടായിരുന്നതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വേറൊരാൾ എഴുതിയിരിക്കുന്നത് യഖൂത്ത് അൽ ഹവാമി എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് മദീനയിൽ നിന്ന് 12 ദിവസത്തോളമുള്ള ജേണി ഉണ്ട് ഇവിടേക്ക് നടന്നു വരാനായിട്ട്. 2 മലകൾക്കിടയിലാണ് തബൂക്ക് സിറ്റി ഉള്ളതെന്നാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ജബൽ അൽ ഹസ്മ ഷറൂറ അത്
വെസ്റ്റ് സൈഡിലും പിന്നെ ഷറൂറ ലൈസ് ഓൺ ദ ഈസ്റ്റ് ഫ്രം തബൂക്ക് അത് ഈസ്റ്റ് സൈഡിലുമാണ് കേട്ടോ. അങ്ങനെ രണ്ട് ഹിസ്മ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റ് ആൻഡ് വൈൽ ഷറൂറ ലൈസ് ഇൻ ഈസ്റ്റ്. ഈ രണ്ട് മലകൾക്കും ഇടയിലാണ് തബൂക്ക് സിറ്റി ഉള്ളത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആജി कैसे है?